ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആക്സിഡന്റ് പറ്റിയതാണോ? ഞാൻ ജേക്കബിനോട് പറഞ്ഞതാ ആ ബൈക്ക് വിട്ടിട്ട് ഒരു ചെറിയ കാർ എടുക്കാൻ. കേൾക്കണ്ടേ? ഇന്നത്തെ കാലത്ത് ഈ ടൂ വീലർക്ക് അപകടമാ ജേക്കബേട്ടാ. അതിനിത് ബൈക്കിന്ന് വീണതല്ലോ. പിന്നെന്ത് പറ്റിയതാ? ഞാൻ ഏതോ ഒരു പെണ്ണെടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞ് ഏതോ ഒരു തമ്മൻ തലയടിച്ച് പിടിച്ചിട്ട് പോയി. എന്റെ ജേക്കബ് സാറേ, ഈ തല പൊട്ടിയിരിക്കുന്ന സമയത്തും ഈ കോമഡിയൊക്കെ വേണോ? ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി ആക്സിഡന്റ് ആണെന്നൊന്നും പറയണ്ട. സത്യം പറ, ബാത്റൂമിൽ വീണതല്ലേ? എന്റെ പൊന്ന് ചങ്ങായിമാരെ, ഞാൻ പറയുന്ന സത്യമാ. അവന്റെ പെണ്ണോട് ഞാൻ സംസാരിച്ചെന്നു. പിന്നെ ഇനി അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താ എന്റെ ജീവൻ എടുക്കുന്ന ഭീഷണി. ഏതാ പെണ്ണ്? ആരാണെന്ന് എനിക്ക് അറിയ പോലും ഇല്ല. തല്ലിയ ആളിനെ കണ്ടില്ലേ? അതല്ലേ രസം. പിറകിന്നുള്ള ആക്രമണമായിരുന്നേ. തലയിൽ കൂടെ മുണ്ടുവിട്ട് അടിയോടടി. താഴെ വീണ് ഞാൻ തലയിലെ മുണ്ട് പറ്റി നോക്കിയപ്പം അയാള് പോയി. അതാരും മായാവിയോ? ഇത് മായാവിയും കുട്ടിച്ചാത്തനൊന്നുമല്ല. അടിച്ച ആളെ എനിക്ക് നന്നായിട്ടറിയാം. തലയിൽ കൂടെ മുണ്ടിട്ട് മുഖം കാണാതെ അടിക്കണമെങ്കിൽ ഒരാൾക്കേ പറ്റൂ. ആട് തോന്നുക നമ്മുടെ ലാലേട്ടൻ. ഒന്ന് പോടാ ലാലേട്ട. വിക്രം എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ജേക്കബിനെ ആക്രമിച്ചത് അയാളായിരിക്കും. വിക്രം ഒരു മിനിറ്റേ. ഹൈക്കോടതിയിലെ ക്രിമിനൽ ലോയർ ഷേണായി സാറാ വിളിക്കുന്നേ. ഇപ്പൊ വരാം. ഓ ആ സാർ പറഞ്ഞോളൂ സാർ. അത് ദേ നിൽക്കുന്നു നമ്മുടെ ശത്രു. അല്ല, മക്കളെ ശത്രുവായി കണ്ട നമ്മുടെ അച്ഛൻ നിൽക്കുന്നു. ഒന്ന് പോയി ആ മുഖതാപൊക്കെ ഒന്ന് കണ്ട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് വരാം. വാ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കാര്യങ്ങൾ പറഞ്ഞാൽ മതി, എല്ലാം ശരിയാവും. നമുക്ക് പറഞ്ഞു നോക്കാം. അച്ഛാ, അച്ഛനത് എന്ത് ഭാവിച്ചിട്ടാ? വയസ്സുകാലത്ത് വയ്യാതായി കിടക്കുമ്പോ ദാ ഞാനും ഈ മനോജൊക്കെ കാണുള്ളൂ. അച്ഛാ, ഇനി ഇതിന് പിന്തിരിയാൻ സമയമുണ്ട്. പെട്ടെന്നൊരു ആവേശത്തിന് എടുത്തു ചാടിതാന്ന് അറിയാം. പക്ഷെ ഒന്ന് ഓർക്കണം, എത്ര നീന്തിയാലും കരക്കടിയില്ല, വെള്ളം കുടിച്ച് ചാവും. അച്ഛന്റെ ഈ ചിരിയുടെ അർത്ഥമേ ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛാ, വിനാശകാലേ വിപരീത ബുദ്ധിന്നാ.